കരേറ്റ് ടോക്ക് വിത്ത് അവോദ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സൗരവ് എന്ത് കോഴ്സാ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മലയാളം. ആണല്ലേ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ് ആണോ, വർക്ക് ചെയ്യാണോ? ഇന്റേൺഷിപ്പ് ആണ്, ട്രെയിനി ആയിട്ടാ കയറിയേക്കണേ. ആണല്ലേ. ഓക്കെ, എവിടെയാ കയറിയിരിക്കുന്നത്? ആലുവയില് ചരക സൻവർ മെമ്മോറിയൽ ഹോസ്പിറ്റലില്. ആണല്ലേ. കോഴ്സ് കഴിഞ്ഞിട്ട് കുറെ ആയോ? കോഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് കുറച്ചായി. കുറച്ച് വൈകിയായിരുന്നു, കാരണം ഞാൻ കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആണല്ലേ. അതിന്റെ ഡിലേ ഉണ്ട്, അവിടുത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം കുറച്ച് ഡിലേ ആയി, പക്ഷെ കുഴപ്പമില്ല. എന്തായാലും വൈകിയില്ലെന്ന് വിചാരിക്കുന്നു. ആ, ഓക്കെ ഓക്കെ. ക്ലാസ് എങ്ങനെയായിരുന്നു? ഓൺലൈൻ ആയിരുന്നോ, ഓഫ്ലൈൻ ആയിരുന്നോ? ഓൺലൈൻ ആയിരുന്നു. ഞാൻ കമ്പനിയിൽ വർക്കിംഗും അല്ലായിരുന്നു, അപ്പൊ ഞാൻ ഓൺലൈൻ ആയിരുന്നു. ആണല്ലേ. ഏത് ഹോസ്പിറ്റൽ ഫീൽഡ് തന്നെയായിരുന്നോ വർക്ക് ചെയ്തത്? ഇല്ല, ഞാൻ കമ്പനിയിലായിരുന്നു, മെഷീൻ അസംബ്ലി ആയിരുന്നു. ആണല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തപ്പോ എങ്ങനെയായിരുന്നു? ഭയങ്കര ടഫായിരുന്നോ? ടഫായിട്ട് തോന്നിയില്ല. ഇപ്പോ എനിക്ക് കിട്ടിയ ആ ഒരു ഇൻസ്പെക്ട് വെച്ചിട്ട് എനിക്ക് വലിയ തിരക്കില്ല. അവിടെ ആ ഹോസ്പിറ്റൽ റീസ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു അത് കാരണം എനിക്ക് എല്ലാം നോക്കി പഠിക്കാനും ചെയ്ത് പഠിക്കാനും ഉള്ള ഒരു ഇതുണ്ട്, ടൈമുണ്ട്. കുറച്ചുകൂടെ ഫ്രീ ആണെന്ന് തോന്നുന്നു. തിരക്കായിരുന്നെങ്കിൽ പെട്ടെന്ന് മാറുന്നതിന്റെയും, പിന്നെ ഹോസ്പിറ്റൽ ഫീൽഡിൽ ആദ്യമായിട്ടല്ലേ, അതെ. ഓ, അപ്പൊ ഓക്കെ. അതിൻ്റെതായ പ്രശ്നം ബുദ്ധിമുട്ട്. വന്നേനെ. ഇപ്പൊ അങ്ങനെ പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. എങ്ങനെയാ, എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? പ്ലസ് ടു ആയിരുന്നു അതോ ഡിഗ്രി കഴിഞ്ഞിട്ട്? ഇല്ല, +2 ആയിരുന്നു. ഓക്കെ ഓക്കെ. പ്ലസ് ടു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യായിരുന്നു, അത് കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്തു. ഓക്കെ. എങ്ങനെ ബോധനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ എല്ലാരും ഒരു സോഷ്യൽ മീഡിയ യൂസർ ആണല്ലോ. ആ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലെ? ആ ഒരു മറ്റേ ഒരു പേജിൽ കൂടെ കണ്ടതാണ്. അപ്പൊ എനിക്ക് അറ്റ്ലീസ്റ്റ് ജോബ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞ് ജോബിലോട്ട് എത്തിക്കഴിഞ്ഞ് ഫീ അടച്ചാൽ മതി എന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. അപ്പൊ എനിക്കും അതായിരുന്നു ഓക്കെ, കാരണം എന്റെ പെട്ടെന്ന് കൊടുക്കാൻ എന്റെ സാമ്പത്തികമായി പുറകിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ അത് തന്നെ നോക്കി. അപ്പൊ അങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത് അങ്ങനെ ചെയ്ത് ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ആണല്ലേ. ഓക്കെ ഓക്കെ. ഡൗട്ട്സ് ഒക്കെ അപ്പൊ തന്നെ ക്ലിയർ ആവുന്നുണ്ടായിരുന്നോ? കുഴപ്പമില്ല, ക്ലാസ്സുകളെല്ലാം വളരെ നല്ലതായിരുന്നു. ടീച്ചേഴ്സ് മിസ്സുമാരാണെങ്കിലും, അല്ലെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ വേറെ മോക്ക് ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകൾ, ബാക്കി ട്രെയിനിങ് എല്ലാം നല്ല സപ്പോർട്ടോടുകൂടി തന്നെ കയറി പോകുന്നത്. ആണല്ലേ. ജാപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ജാപ്പ് സെക്ഷനിൽ കയറിയിട്ടായിരുന്നോ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് പോകണ്ടായിരുന്നത് അല്ലേ? ആയിരുന്നു. പിന്നെ ഓക്കെ. എനിക്ക് ഞാൻ ഒരു നോട്ട് കൊണ്ട് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ. അപ്പൊ എനിക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കാം, അല്ലാത്ത പക്ഷം മിസ്സുമാരോട് ചോദിക്കാം എന്നൊരു ഇതായതുകൊണ്ട് എനിക്ക് അങ്ങനെ കുഴപ്പമില്ലാണ്ട് കയറി പോരാൻ പറ്റി. കയറി പോരാൻ പറ്റി. ഇപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് പെയ്ഡ് ആണോ അതോ അൺപെയ്ഡ് ആണോ? പേയ്മെന്റ് ഉണ്ടോ അതോ? പെയ്ഡാണ്. ട്രെയിനി ആയതുകൊണ്ട് അവര് 8 തരാന്നാ പറഞ്ഞേ, 8 രൂപ തരാന്നാ പറഞ്ഞേ. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് സ്റ്റാഫായി പെർമനന്റ് ആക്കാന്നാ പറഞ്ഞത്. ആണല്ലേ. ഓ, പെയ്ഡാണ്. പിന്നെ കുഴപ്പമില്ല. ആലുവയാണ് എനിക്ക്, ഇവിടുന്ന് അടുത്താണ്. ആലുവയാണ്, എനിക്ക് പോയി വരാം. അപ്പൊ എല്ലാം കൊണ്ടും എനിക്കൊരു നല്ലൊരു ഓക്കെ. സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഓക്കെ ആയപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് വർക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, എല്ലാം തന്നെ. ഹോസ്പിറ്റൽ ഫീൽഡിൽ ആദ്യമായിട്ടാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അത് കാരണം പിന്നെ പയ്യെ കയറി കയറി വരുന്നു. എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ നല്ലൊരു കരിയർ കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാനത് നേടിയെടുക്കും. തീർച്ചയായും. ടെൻഷൻ അടിക്കേണ്ട സൗകര്യം എന്തായാലും കിട്ടും. ഓക്കെ. അവിടെ എങ്ങനെയാണ്, ഓക്കെ. എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ ആയോ? ഇവിടെ പഠിച്ചിരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ കൂടെ വർക്ക് ആ ചെയ്യാനായിട്ട്? ആദ്യത്തെ ഒരു 2 ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മാറി, പുതിയ ആളുകള്. പിന്നെ ഇപ്പോ 1 വീക്ക്, ഇപ്പൊ ഞാൻ 2 വീക്ക് ആയി. 2 വീക്ക് ആ, കഴിഞ്ഞു. എനിക്ക് ആണല്ലേ. ത്രീ ഇപ്പൊ വീക്കിന് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ മൂന്നാമത്തെ വീക്കാണ്. അപ്പൊ എനിക്ക് കമ്പനി ആയി 1 or 2 വീക്ക്. ഞാൻ അത്യാവശ്യം പെട്ടെന്ന് കൂട്ടാവുന്ന ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഞാൻ പലയിട്ട് കമ്പനി ആയപ്പോ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം ഫ്രണ്ട്ലി ആണ്, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ സൗരവ്. നമുക്ക് ഇവിടെ ജാബ് സെക്ഷനിൽ നമുക്ക് 5 വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് പിന്നെ വേറെ ഏതെങ്കിലും ജോബിലേക്ക് ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം ഫ്രണ്ട്ലി ആണ്, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ സൗരവ്. നമുക്ക് ഇവിടെ ജാബ് സെക്ഷനിൽ നമുക്ക് 5 വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് പിന്നെ വേറെ ഏതെങ്കിലും ജോബിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാപ്പിൽ കയറിയിട്ട് ജോബ് ഐഡീസ് കളക്ട് ചെയ്ത് കൊടുത്തൊരു ചെറിയ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് വേറെ ജോബിലേക്ക് നോക്കാവുന്നതാണ്. അതായത് ഈ ഹോസ്പിറ്റൽ ഫീൽഡിലുള്ള വേറെ സ്ഥലങ്ങളിലേക്ക് നോക്കാവുന്നതാണ്. അപ്പൊ 5 വർഷം വരെ വാലിഡ് ആണ്. ഓക്കെ സൗരവ്. പിന്നെ അതുപോലെ തന്നെ അബോധയിൽ 40ഓളം കോഴ്സുകളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളുടെ അടുത്തും ഇനി പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്തും എന്താണ് സൗരവിന് പറയാനുള്ളത്? അതാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവബോധം എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ കരിയർ, ഇപ്പൊ എന്നെ പോലെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് സ്റ്റക്കായി നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ
നമ്മുടേതായ പാഷൻ അനുസരിച്ച് നല്ലൊരു കരിയർ സപ്പോർട്ടോട് കൂടി അവോധ സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അവോധ. നമുക്ക് മുമ്പോട്ടുള്ള കരിയറിലേക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് നല്ലൊരു സപ്പോർട്ടോട് കൂടി നമ്മളൊരു ബെറ്റർ കരിയറിലേക്ക് അവോധ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു. എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അവോധ എന്ന് പറയുന്നത്. ഓക്കെ സൗരഭ്, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഇൻ ഫ്യൂച്ചറിലേക്ക് വീണ്ടും നല്ല ജോലികളൊക്കെ കിട്ടട്ടെ. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.